ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന വീട്ടുജോലിക്കാരി രേവമ്മ മീഡിയ വണ്ണിനോട്. 18 വർഷമായി വീട്ടിൽ ജോലി ചെയ്യുന്നു, ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും രേവമ്മ പറഞ്ഞു. സംഭവം ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 5:30 കഴിഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്നത് ഞാൻ 18 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന. ഇന്നലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി വന്നപ്പോൾ രാവിലെ ഒരു 8:45 ആയപ്പോൾ ഞാൻ ഇവിടെ അകത്ത് വന്ന് വെള്ളം അടിച്ചിട്ട് കഥക് തുറക്കാഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന വാച്ച്മാന്റെ ഫോണെ വിളിച്ച് അയാൾ വന്ന കഥക് തുറന്ന് ഞാൻ അകത്ത് കയറി അടുക്കള വെച്ച് ചെന്നപ്പോഴത്തേനും അടുക്കള കഥക് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വാതിലൂടെ വന്ന് കയറുമ്പോഴത്തേനും സാറിന്റെ മുകളിലോട്ട് എത്തി നോക്കിയപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണാം സാറ് അവിടെ കിടക്കുന്ന. അപ്പം സാറ് ഒരു ഇതൊന്നും ഇല്ലാതെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അയ്യോ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മുറി ചേച്ചി മരിച്ചു കിടക്കുന്നതാണ്. സാറിന്റെ ഒന്നുമില്ല നേരത്തെ. പക്ഷെ ചേച്ചിയുടെ ഞാൻ ശ്രദ്ധിച്ചില്ല, തലമണയൊക്കെ ചേച്ചിയുടെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇവര്. അതുകൊണ്ട് അത് കണ്ടപ്പോ തന്നെ നമ്മൾ വീഴെന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പോരുമായിരുന്നു. വന്ന് കടയിലൊക്കെ 2 സ്ഥലത്ത് പറഞ്ഞു. സാറിന്റെ ഒന്നും മുഖത്തോട്ട് നമുക്ക് നോക്കാം. മുഖം നമ്മൾ ഇച്ചിരി അകന്നു വന്ന് എന്നാലും വ്യക്തമായും കാണാം നിങ്ങൾക്ക്. വേണ്ട 6 മാസം അങ്ങാണ്ട് അവൻ ഇവിടെ അല്ലായിരുന്നു ജോലി. അവനും ഭാര്യയും കൂടെയാണെന്നും പറഞ്ഞാ വന്നത്. ഭാര്യ ഇവിടെ ക്ലിനിക്കിൽ നിൽക്കും, അവൻ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തെ വൈകുന്നേരം അവൻ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് രാവിലെ ഇവനും പോകും. അങ്ങനെയാണ് പതിവ്. മൊബൈലൊരെണ്ണം മോഷ്ടിച്ചത്. അത് കഴിഞ്ഞ് അറിഞ്ഞ കേസൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ഉണ്ടായിരുന്നായിരിക്കും, അതായിരിക്കും, നമുക്കറിയാൻ വേണ്ടേ ഇപ്പൊ ആരാ എന്നാ ചെയ്തെന്ന്. ചിലപ്പം മിക്ക ഞായറാഴ്ചകളിലും വരുമ്പോ ഞായറാഴ്ച പോലും നമ്മളിങ്ങനെ പോരുമായിരുന്നു.